ഹലോ അച്ഛന്മാരെ, റിബു തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മുടെ വരവൂര് മക്കാം ഷെരീഫ് ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മോതിരക്കടകളൊക്കെ ഉണ്ട്. വിവിധ തരം മോതിരങ്ങൾ, പവിഴങ്ങൾ, ഒരുപാട് ഐറ്റംസുകളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ അച്ഛന്മാരെ, ഈ കല്ലുണ്ടെങ്കിൽ ഈ കല്ല് ഓപ്പൽ കല്ല് എന്നിട്ട് പറയാം. പല കളറിലും ആവട്ടത്. നമ്മുടെ കൈമ ധരിച്ചു കഴിഞ്ഞാൽ പല കളറിലാവും. അതിൽ പല വിശേഷങ്ങളും ഉണ്ട് കേട്ടോ. ഒന്ന് കാണാം. ഓപ്പൽ ധരിക്കുന്ന ശാരീരികമായിട്ടുള്ള നല്ല ബലം കിട്ടും. ശാരീരിക ബലം എല്ലാത്തിനും നല്ലതാണ് ഓപ്പൽ കല്ല്. ഓപ്പൽ കല്ല് നല്ല ക്യാരറ്റ് 120 വരും. അത് തൂക്കാണ് അതിൻ്റെ റേറ്റ്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള, ഒരുപാട് കളറിലുള്ള, ഒരുപാട് ഷേപ്പിലുള്ള മുത്തുകൾ, പവിഴ, മോതിരക്കല്ലുകൾ, നല്ല വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ എന്ന് വരുമ്പോഴും ഇവിടെ കയറും, എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാണ്ടിരിക്കില്ല. കാരണം അത്രയ്ക്ക് അട്രാക്റ്റീവ് സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ അതേ പഴയ നമ്മുടെ നാണയം ഉണ്ടല്ലോ, പഴയ നാണയത്തോണ്ട് ഉണ്ടാക്കിയ മോതിരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ജനറേഷൻ മാറിപ്പോയപ്പോൾ ഒരുപാട് കാലം മറഞ്ഞു പോയിട്ടുള്ള നാണയങ്ങൾ, നോട്ടുകൾ, എന്തായാലും അതൊക്കെ ഭയങ്കര കാണാൻ പറ്റിയൊരു സന്തോഷമുണ്ട് കേട്ടോ നമുക്ക്. ഗെയ്സ്, എന്തായാലും ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമാണ്. എന്തായാലും മസ്റ്റായിട്ട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറുക, കാണാനെങ്കിലും ശ്രമിക്കുക. ഓക്കെ, അടിപൊളിയായിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അച്ഛന്മാരെ, ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ നാണയം കൊണ്ട് ഉണ്ടാക്കിയ മോതിരം എന്ന് പറഞ്ഞത്. ഈ ഐറ്റംസുകളാണ്. ഇതിൻ്റെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, കളേഴ്സ് വേറെ ഉണ്ട്. ഒക്കെ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ തിരഞ്ഞെടുത്തിട്ട് ഇടാം. അല്ലെങ്കിൽ ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ കറക്റ്റായിട്ട് പറഞ്ഞുതരും. ലേഡീസുകളാണ് കൂടുതൽ ഇവിടെ വന്നിട്ട് മോതിരം വാങ്ങണത്. അവർക്ക് ഒരുപാട് കളക്ഷൻസ് വേറെ ഉണ്ട്. ലേഡീസിൻ്റെ ഒരു വമ്പൻ ശേഖരം തന്നെ ഒരൊറ്റ കൊടക്കയിൽ പറഞ്ഞ പോലെ ഒരു അവസ്ഥയാണ്. അവർക്ക് കൺഫ്യൂസ്ഡ് ആവും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കേസ് ഓക്കെ. അപ്പം മച്ചന്മാരെ, സ്ഥലം മറക്കണ്ട, നമ്മുടെ വരവൂര് മക്കാം ഷെരീഫിൻ്റെ ഓപ്പോസിറ്റ് കട. ഓക്കെ, ബൈ.